രാവിലെ തന്നെ ചെയ്ത് തീർക്കേണ്ട കുറച്ച് പണികളുണ്ട് കേട്ടോ. വെയിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പരിസരത്തേക്കേ നിൽക്കാൻ പറ്റില്ല. വേറെ എവിടേക്കല്ല കേട്ടോ, വാർക്കയുടെ പുറത്താണേ. വാർക്കയുടെ പുറത്ത് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. അപ്പം അതിന് തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ചീമക്കൊന്നയുടെ കൊമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വെട്ടിക്കളയാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാനും പപ്പയും കൂടി ചേർന്ന് തോട്ടിക്ക് ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ വലിച്ച് പറിച്ച് കുറേയൊക്കെ വെട്ടി മാറ്റി. ഈ കാണുന്നത് പയറൊന്നല്ല കേട്ടോ, നമ്മുടെ ബീൻസ് ആണ്. അപ്പം ബീൻസിന് ഒന്നും ചെയ്യാലൊക്കെ എന്ന് വിചാരിച്ചു. എന്തായാലും വാർക്കയുടെ പുറത്ത് കയറി വന്നല്ലേ, അപ്പൊ പുല്ലും ഇലയൊക്കെ മാറ്റി കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും അതേപോലെ കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്ത് ഒന്ന് വളമൊക്കെ ആക്കി അതിന്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തേ. പച്ചക്കറികൾക്കായിക്കോട്ടെ ചെടികൾക്കായിക്കോട്ടെ നമ്മൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കണമല്ലോ. ഞാൻ സാധാരണ ചെയ്യാറ് നല്ലോണം വെള്ളം കൂടെ ഒഴിക്കും. അപ്പോഴാണ് പപ്പ പറഞ്ഞത് അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഇട്ട വെള്ളം താഴേക്ക് അതേപോലെ തന്നെ പോകും, അതുകൊണ്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതിയെന്ന്. വാർക്കയുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കൈ വീശി താഴേക്ക് പോകണ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ ഓക്കെ, ബൈ.